കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. 2 ദിനവൃത്താന്തം 15-ാം അധ്യായം 2-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: നിങ്ങൾ കർത്താവിനോട് ചേർന്നിരിക്കുന്നിടത്തോളം കാലം അവിടുന്ന് നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ അവിടുത്തെ അന്വേഷിച്ചാൽ കണ്ടെത്തും. നിങ്ങൾ അവിടുത്തെ പരിത്യജിച്ചാൽ അവിടുന്ന് നിങ്ങളെയും പരിത്യജിക്കും. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, തിരുവചനം വ്യക്തമാക്കുന്നു, തന്റെ മുൻപിൽ നിഷ്കളങ്കരായി പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കുവാൻ കർത്താവിന്റെ ദൃഷ്ടികൾ ഭൂമിയിലുടനീളം പായുന്നു. തിരുവചനത്തിൽ അബിയയുടെ മകൻ ആസാ രാജാവിനെ നമ്മൾ കാണുന്നു. അദ്ദേഹം കർത്താവിന്റെ മുമ്പിൽ നീതിയും നന്മയും പ്രവർത്തിച്ചപ്പോൾ ആ ദേശം കർത്താവ് അനുഗ്രഹിച്ച് സമാധാനം നിലനിർത്തി. സ്നേഹമുള്ളവരെ, കർത്താവിന്റെ മുമ്പിൽ നാം നീതിയോടെയും നന്മയോടെയും കർത്താവിൽ ആശ്രയിച്ച് ജീവിച്ചാൽ കർത്താവിന്റെ ശക്തി നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങും. എന്നാൽ ദിനവൃത്താന്തം 16-ാം വാക്യം നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ആസാ രാജാവ് കർത്താവിൽ ആശ്രയിക്കാതെ ജീവിതം തുടർന്നപ്പോൾ ദൈവം ദീർഘദർശിയായ ഹനനിയായെ അയച്ചുകൊണ്ട് ആസാ രാജാവിനോട് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിൽ ആശ്രയിക്കാതെ നീ സിറിയ രാജാവിനെ തേടിപ്പോയതിനാൽ യുദ്ധം നിന്നെ വിട്ടുപോകയില്ല. ഇത് കേട്ട് ആസാ രാജാവ് കുപിതനായി. ദീർഘദർശിയായ ഹനനിയായെ ചങ്ങലയിൽ ബന്ധിച്ച് കാരാഗൃഹത്തിൽ അടയ്ക്കുകയും ചിലരെ ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ കർത്താവിന്റെ ദൃഷ്ടിയിൽ ആസ നന്നായി ജീവിക്കാത്തത് കൊണ്ട് അവൻ രോഗബാധിതനായി മരിച്ചു. സ്നേഹമുള്ളവരെ, കർത്താവിന്റെ മുമ്പിൽ എല്ലാ കാലത്തും നന്മ പ്രവർത്തിക്കാനും കർത്താവിന്റെ ഹൃദയപ്രകാരം ജീവിക്കുവാനും നാം ശ്രമിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ഉദ്യമങ്ങളെ അനുഗ്രഹിക്കും, നമുക്ക് സംരക്ഷണം നൽകും. ദൈവമായ കർത്താവ് നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത നല്ല ദൈവമാണെന്ന് നാം തിരിച്ചറിയണം. അവിടുന്ന് തന്റെ ശക്തി നമുക്ക് വേണ്ടി എല്ലാ കാലത്തും പ്രകടിപ്പിക്കും. സർവശക്തനായ കർത്താവായ യേശു നമ്മുടെ ജീവിതത്തിലെ ഏത് മേഖലകളിലും നമ്മെ സഹായിക്കുവാൻ ശക്തനാണ്. കർത്താവിന്റെ തിരുമുമ്പിൽ നമ്മെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജയാളിയായി എൻ്റെ കൂടെയുണ്ട് എൻ്റെ സർവശക്തനായ ദൈവം. അവിടുന്ന് നമുക്കായി യുദ്ധം ചെയ്യും, അതിനാൽ ഞാൻ വീഴുകയില്ല. ജയാളിയായൻ കൂടെയുണ്ട്, സേനാനായകനായൻ കൂടെയുണ്ട്. ജയാളിയായൻ കൂടെയുണ്ട്, സേനാനായകനായൻ കൂടെയുണ്ട്. ഞാൻ വീഴുകില്ല, ഞാൻ തകരുകില്ല, സർവശക്തൻ എനിക്കായി യുദ്ധം ചെയ്യും. ഞാൻ വീഴുകില്ല, ഞാൻ തകരുകില്ല, സർവശക്തൻ എനിക്കായി യുദ്ധം ചെയ്യും. ജയാളിയായൻ കൂടെയുണ്ട്, സേനാനായകനായൻ കൂടെയുണ്ട്. ജയാളിയായൻ കൂടെയുണ്ട്, സേനാനായകനായൻ കൂടെയുണ്ട്. സൈന്യങ്ങളുടെ യഹോവ എഴുന്നള്ളുമ്പോൾ ശത്രുക്കളെല്ലാം ചിതറിക്കപ്പെടും. യൂദാ ഗോത്രത്തിന്റെ സിംഹമായ കർത്താവായ യേശു ഇന്നും ജീവിക്കുന്നു. നമുക്ക് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ കർത്താവായ യേശു നമ്മെ സഹായിക്കും. അവയെ അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സൈന്യങ്ങളിൽ യഹോവ എഴുന്നള്ളുന്നേ, ശത്രുക്കളെല്ലാം ചിതറിടുന്നേ. ഹല്ലേലൂയ. സൈന്യങ്ങളിൽ യഹോവ എഴുന്നള്ളുന്നേ, ശത്രുക്കളെല്ലാം ചിതറിടുന്നേ. യഹൂദ ഗോത്രത്തിൻ സിംഹമവൻ, ഇസ്രായേലിൻ യഹോവ ജയവീരൻ. യഹൂദ ഗോത്രത്തിൻ സിംഹമവൻ, ഇസ്രായേലിൻ യഹോവ ജയവീരൻ. ഞാൻ വീഴുകില്ല, ഞാൻ തകരുകില്ല, സർവശക്തൻ എനിക്കായി യുദ്ധം ചെയ്യും. ഞാൻ വീഴുകില്ല, ഞാൻ തകരുകില്ല,
സർവശക്തനെനിക്കായി യുദ്ധം ചെയ്യും. ജയാളിയായൻ കൂടെയുണ്ട്, സേനാനായകനായൻ കൂടെയുണ്ട്. ജയാളിയായൻ കൂടെയുണ്ട്, സേനാനായകനായൻ കൂടെയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കർത്താവായ യേശുവിനെ സ്തുതിച്ച് നാം മഹത്വപ്പെടുത്തുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള പ്രതികൂലമാകുന്ന ജെറീക്കോ മതിലുകൾ തകർന്നു വീഴും. സാത്താന്റെ കോട്ടകൾ തകർന്നു മാറും. നമുക്ക് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കാം. അവിടുന്ന് നമ്മെ സഹായിക്കുന്ന ദൈവം. യെരിഹോ മതിലുകളിടിയുന്നു, സാത്താന്റെ കോട്ടകൾ തകരുന്നു. ഹല്ലേലൂയ. യെരിഹോ മതിലുകളിടിയുന്നു, സാത്താന്റെ കോട്ടകൾ തകരുന്നു. ജയത്തിന്റെ പാട്ടുകൾ പാടിടും ഞാൻ, ജയഘോഷമുയർത്തി സ്തുതിച്ചിടുമേ. ജയത്തിന്റെ പാട്ടുകൾ പാടിടും ഞാൻ, ജയഘോഷമുയർത്തി സ്തുതിച്ചിടുമേ. ഞാൻ വീഴുകില്ല, ഞാൻ തകരുകില്ല, സർവശക്തനെനിക്കായി യുദ്ധം ചെയ്യും. ഞാൻ വീഴുകില്ല, ഞാൻ തകരുകില്ല, സർവശക്തനെനിക്കായി യുദ്ധം ചെയ്യും. ജയാളിയായൻ കൂടെയുണ്ട്, സേനാനായകനായൻ കൂടെയുണ്ട്. ജയാളിയായൻ കൂടെയുണ്ട്, സേനാനായകനായൻ കൂടെയുണ്ട്. ഇന്ന് നമ്മുടെ പ്രാർത്ഥനയാലും ആരാധനയാലും കർത്താവായ യേശുവിന്റെ നാമത്തിൽ നാം വിജയം കൈവരിക്കും. കർത്താവിന്റെ നാമത്തിൽ നമ്മുടെ പ്രതികൂലങ്ങൾ മാറുവാൻ, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുവാൻ വിശ്വാസത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കും. അവിടുന്ന് നമുക്ക് ജയം നൽകും. പോർക്കളത്തിൽ ഞാൻ പൊരുതിടുമേ, ശത്രുപാളയത്തിൽ കയറിടുമേ. പോർക്കളത്തിൽ ഞാൻ പൊരുതിടുമേ, ശത്രുപാളയത്തിൽ കയറിടുമേ. പ്രാർത്ഥനയാലെ ആരാധനയാലെ യേശുവിൻ നാമത്തിൽ ഞാൻ ജയം നേടിയിടും. പ്രാർത്ഥനയാലെ ആരാധനയാലെ യേശുവിൻ നാമത്തിൽ ഞാൻ ജയം നേടിയിടും. ഞാൻ വീഴുകില്ല, ഞാൻ തകരുകില്ല, സർവശക്തനെനിക്കായി യുദ്ധം ചെയ്യും. ഞാൻ വീഴുകില്ല, ഞാൻ തകരുകില്ല, സർവശക്തനെനിക്കായി യുദ്ധം ചെയ്യും. ജയാളിയായൻ കൂടെയുണ്ട്, സേനാനായകനായൻ കൂടെയുണ്ട്. ജയാളിയായൻ കൂടെയുണ്ട്, സേനാനായകനായൻ കൂടെയുണ്ട്. ഇന്ന് നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലമാകുന്ന തീച്ചുളയിൽ നാം വീണുപോയാലും നമ്മെ രക്ഷിക്കുവാനായി നാലാമനായി നമ്മുടെ ദൈവം ഇറങ്ങി വരും. അവിടുന്ന് നമ്മെ വിടുവിക്കും, നമ്മെ സഹായിക്കും. വിശ്വാസത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. തീച്ചുളയിൽ എന്നെ എറിഞ്ഞാലും 7 മടങ്ങ് തീ വർദ്ധിച്ചെന്നാലും, തീച്ചുളയിൽ എന്നെ എറിഞ്ഞാലും 7 മടങ്ങ് തീ വർദ്ധിച്ചെന്നാലും, നാലാമനായി എനിക്കായി ഇറങ്ങി വരും. എനിക്കൊരു കേടും വരികയില്ല. നാലാമനായി എനിക്കായി ഇറങ്ങി വരും. എനിക്കൊരു കേടും വരികയില്ല. ഞാൻ വീഴുകില്ല, ഞാൻ തകരുകില്ല, സർവശക്തനെനിക്കായി യുദ്ധം ചെയ്യും. ഞാൻ വീഴുകില്ല, ഞാൻ തകരുകില്ല, സർവശക്തനെനിക്കായി യുദ്ധം ചെയ്യും. ജയാളിയായൻ കൂടെയുണ്ട്, സേനാനായകനായൻ കൂടെയുണ്ട്. ജയാളിയായൻ കൂടെയുണ്ട്, സേനാനായകനായൻ കൂടെയുണ്ട്. ഞാൻ വീഴുകില്ല, ഞാൻ തകരുകില്ല, സർവശക്തനെനിക്കായി യുദ്ധം ചെയ്യും. ഞാൻ
ഇന്ന് കർത്താവായ ദൈവം സകല അനർത്ഥങ്ങളിൽ നിന്നും പ്രതികൂലങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.